ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പുതിന ചട്നിയാണ്. നമ്മുടെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ ഒരു പുതിന ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് എപ്പോഴും ഒരേ സ്റ്റൈലിലായിരിക്കില്ലേ ചട്നിയൊക്കെ അരയ്ക്കുന്നുണ്ടാവുക, തേങ്ങാ ചട്നിയൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ ഇതാ ഒരു ചേഞ്ചിൽ നമുക്ക് പുതിന ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് പുതിന ലീവ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലീവ്സ് ആയിട്ട് എടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സവാള, ഇതിൻ്റെ പകുതി എടുത്താലും മതി, ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ, അത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ എത്ര ചട്നി വേണം അതിനനുസരിച്ച് ഈ സാധനങ്ങളെല്ലാം നമുക്ക് എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഉഴുന്ന് പരിപ്പ്, നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കില്ലേ, ആ ഉഴുന്നാണ് ഞാൻ ഇട്ട് കൊടുക്കണം. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം. എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു പകുതി സവാളയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് വഴറ്റാം. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പുതിനയ്ക്ക് കുറേ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചട്നിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതാ നമ്മൾ പുതിനയെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലോട്ട് ഞാനൊരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ചൂടാറാനായിട്ട് വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വേണമെങ്കിൽ ചെറിയ പീസ് ഇഞ്ചി ചേർക്കാം. അതുപോലെ പുളിപ്പിനായിട്ട് ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ നമുക്കിത് ഈ ഉഴുന്നുവട, അങ്ങനെ ബജ്ജി, അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസിൻ്റെ കൂടെ നമുക്ക് ഈ ചമ്മന്തി വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് നമ്മുടെ ഇഡലിയുടെ കൂടെയാണ്. അപ്പോൾ ഇത് അമ്മ നല്ല ഇഡലിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കാം. അപ്പോൾ 2 ഇഡലി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുതിന ചട്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാമ്പാറും ഈ ചട്നിയൊക്കെ കൂടി ഇഡലിയൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങ് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിങ്ങനെ കട്ടിയിൽ അരയ്ക്കേണ്ട എങ്കിൽ നമ്മുടെ നോർമൽ തേങ്ങാ ചട്നി നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുന്ന പോലെ അങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ആക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഞാനൊരു ചമ്മന്തി പോലെ അരച്ചിരിക്കണത്, അധികം വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുതിന ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.